നമസ്കാരം, ദേശീയത്തിലേക്ക് സ്വാഗതം. മാന്യ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ട്രിവാൻഡ്രം ന്യൂസ് ലൈവ് കേരള എന്ന ചാനൽ 2 ദിവസത്തിന് മുമ്പ് പ്രവർത്തനരഹിതമായി. ആയതിനാൽ ഞങ്ങൾ ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. പഴയകാല സബ്സ്ക്രൈബേഴ്സും പുതിയ ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോകൾ മുഴുവൻ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP കേരള സംസ്ഥാന പ്രസിഡന്റ്. കേരളത്തിലെ BJPയിൽ സംസ്ഥാന തലത്തിൽ വൻ അഴിച്ചുപണിയുമായി കേന്ദ്ര നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് ഇടപെട്ടാണ് നേതൃമാറ്റം നടപ്പാക്കുന്നതെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കേരള BJPയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരായി ശോഭാ സുരേന്ദ്രനും MD രമേശും കൂടെ ഉണ്ടാകും. പുറത്തുമാറി നിൽക്കുന്ന പഴയകാല പ്രവർത്തക വൃന്ദത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. ഭാവിയിൽ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റി സംസ്ഥാന നേതൃത്വത്തിൽ എത്തിക്കാനും ശ്രമമുണ്ട്. കുമ്മനം രാജശേഖരനെയും രാമൻ പിള്ളയെയും CK പത്മനാഭനെയും BJPയുടെ മുഖമായി അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. K സുരേന്ദ്രനെ ഏതെങ്കിലും കേന്ദ്ര ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം നൽകാൻ കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നതായി ഡൽഹി വൃത്തങ്ങൾ അറിയിച്ചു. മുൻ വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ കേന്ദ്ര BJPയുടെ അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗമാകും. അങ്ങനെ കേരള BJPയിലെ ഗ്രൂപ്പിസവും മണ്ഡലം ഭാരവാഹി നിർണയത്തിലെ തമ്മിൽ തല്ലിന് ശമനമാകുമെന്നും കേരളീയ സമൂഹത്തിനിടയിൽ BJPക്ക് സ്വാധീനമുണ്ടാക്കാനാകുമെന്നുമാണ് കേന്ദ്രം വിശ്വസിക്കുന്നത്.